ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ നാട്ടിൽ വെക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. ജൂൺ ജൂലൈ സമയത്ത് വെക്കേഷന് പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് തായ്ലാൻഡിലേക്ക് ഒരു ടൂർ പോയിട്ടുണ്ടായിരുന്നു. 1 വീക്ക് ടൂറായിരുന്നു. ആ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡിഗോ ഫ്ലൈറ്റ് പോകണം കേട്ടോ. നല്ല മഴയത്താണ് പോയത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് എടുത്തപ്പം അത്യാവശ്യം നല്ല മഴയായിരുന്നു. ഞങ്ങൾ പോയത് കൊച്ചി ടു ബോംബെ ടു ഫുക്കറ്റാണ് പോയത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ലോങ് ജേർണി തന്നെ ആയിരുന്നു. എന്നുവെച്ചാൽ ബോംബെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് വേറെ ഫ്ലൈറ്റ് കയറി ഇപ്പോൾ ഏകദേശം ഒരു ഫുൾ ഡേ തന്നെ നമ്മുടെ ട്രാവലിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മളിപ്പോൾ ബോംബെയിൽ ഇറങ്ങാൻ പോവാണ്. നല്ല ടെർബുലൻസ് ആയിരുന്നു. വെച്ചാൽ ബോംബെയിൽ ആ സമയത്ത് നല്ല മഴയായിരുന്നു. ഇത് ഞങ്ങൾ പോയത് ജൂലൈ 2024 കേട്ടോ. ആക്ച്വലി തായ്ലാൻഡിൽ അത് ഓഫ് സീസണാണ്. പക്ഷെ ഞങ്ങൾക്ക് വെക്കേഷൻ ടൈമിൽ, പിള്ളേരുടെ വെക്കേഷൻ ടൈമിലല്ല പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ സമയം ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്. ബോംബെയിലത്തെ മഴക്കാറ് കണ്ടോ. അത് കഴിഞ്ഞിട്ട് രാത്രിയാണ് ഞങ്ങൾ ഫുക്കറ്റിലെത്തിയത്. ഫുക്കറ്റ് എയർപോർട്ട് കുഴപ്പമില്ല, അത്യാവശ്യം വലിയ എയർപോർട്ട് തന്നെയായിരുന്നു. അവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓൺ അറൈവൽ വിസയാണല്ലോ. അത് ശരിക്കും ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ അവിടെ വിസ പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുക്കറ്റ് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അത് ഇവിടെ നല്ലൊരു ഇങ്ങനെ വെൽക്കം ടു ഫുക്കറ്റ് എയർപോർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ സിം കാർഡ് എടുത്തു. സിം കാർഡ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ് കൂടുതലാണെങ്കിലും എന്നുവെച്ചാൽ നമുക്ക് ബുക്കിങ്ങിനൊക്കെ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം കാലത്ത് കേട്ടോ. പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞങ്ങളൊരു 10 മണിക്ക് ഒരു നമ്മുടെ ടൂറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഐലൻഡ് ടൂറായിരുന്നു. സാധാരണ ഇവിടെ എല്ലാ ഐലൻഡ് ടൂറ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഒരു മോർണിംഗ് 5:30, 6:30 ആകുമ്പോഴേക്കും പിക്കപ്പ് ചെയ്യും. പക്ഷെ ഞങ്ങൾ ഇത് പുലർച്ചെ എത്തിയ കാരണം ഞങ്ങൾ കുറച്ച് നേരം ഒരു 4 hours റെസ്റ്റ് എടുത്തതിന് ശേഷം പോകാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങളൊരു 10 o'clockൻ്റെ ടൂറാണ് എടുത്തത്. അത് നമുക്ക് കുറച്ച് റെസ്റ്റ് കിട്ടിയിട്ടാണ് പോയത്. നമ്മുടെ തായ്ലാൻഡ് ശരിക്കും നമ്മുടെ നാട് പോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ റോഡൊക്കെ കുറച്ചും കൂടി നല്ല നീറ്റാണ്. ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് പോലും നമ്മൾ കാണില്ല. അങ്ങനെ ഇപ്പോൾ നമ്മളിത് ഐലൻഡ് ടൂർ തുടങ്ങുന്ന സ്ഥലത്ത് എത്തിയിട്ട് അപ്പോൾ ഓരോ ഏജൻസിക്ക് ഓരോ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെയിറ്റിംഗ് ഏരിയ പോലെ സ്ഥലമുണ്ട്. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അവിടെ ജസ്റ്റ് റിഫ്രഷ്മെൻറ്റ്, ടീ, കോഫി, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് കുറച്ച് ഇതായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഞങ്ങളവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ശക്തമായ മഴയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ടൂർ ഒരു 1/2 hour ഡിലേ ആയി. മഴ എന്ന് പറഞ്ഞാൽ അത്രയും മഴയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ടൂർ തുടങ്ങി. ഞങ്ങൾ ബോട്ടിൽ ഒരു 45 minutes ട്രാവൽ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് സ്റ്റോപ്പായ ഫിഫി ഐലാൻഡിലേക്ക് എത്തിയത്. അത് അവിടെ നമുക്ക് ഐലാൻഡ് കയറാനൊന്നും പറ്റില്ല. നമുക്ക് അവിടെ അവർ ഡ്രോപ്പ് ചെയ്യും. ഒരു 15-20 minutes നമുക്ക് സ്വിമ്മിങ് അറിയുന്നവർക്കൊക്കെ ഇറങ്ങി നമുക്ക് സ്വിം ചെയ്യാൻ പറ്റും. അവിടെ എന്ന് വെച്ചാൽ ഓരോ ഐലാൻഡിൽ ഓരോ സ്പോട്ടുകളുണ്ട്. അപ്പോൾ അവിടെ ഒരു നമുക്ക് 19 ഇങ്ങനത്തെ ബോട്ടുകൾ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഇങ്ങനെ ടൂറിസ്റ്റിനെ ഇറക്കി ഓരോ സമയത്ത് ഇറക്കി അവർ പിന്നെ അവിടെ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിറങ്ങി അവർ ഒരു 15-20 minutes ടൈം തരും. അവർ തന്നെ നോക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്വിം ചെയ്യാൻ അറിയാത്തവർക്ക് ആയാലും അവർ റിങ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല സേഫ് തന്നെയാണ്. കാരണം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അത്. നമ്മളിപ്പോൾ ഈ ബോട്ടിൽ നമ്മൾ ഇറങ്ങുമ്പോൾ അവർ കൗണ്ട് എടുക്കുന്നുണ്ട്. എത്ര പേര് ഇറങ്ങിയിട്ടുണ്ട്, എത്ര പേര് തിരിച്ച് കയറിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവർ കൗണ്ട് എടുത്തതിന് ശേഷമാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് അവർ പോകാറുള്ളൂ. അപ്പോൾ ഒരു 20 minutes കഴിയുമ്പോൾ അവർ തന്നെ വിസിലടിച്ചിട്ട് പറയും എല്ലാം കയറണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കയറിയിട്ട് അവർ ക്ലിയറായിട്ട് എണ്ണീട്ടാണ് അവിടെ നിന്ന് ബോട്ട് എടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഒരു 5 minutes ട്രാവൽ ചെയ്തപ്പോൾ ഞങ്ങൾ അടുത്ത സ്പോട്ടായ മായാ ബേ ബീച്ചിലേക്ക് എത്തി. ഇത് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ പോലെ അത്ര അടിപൊളി ഒരു ബീച്ചാണ്.
ഇവിടെ ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ട്, അത് കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു എൻട്രി ടിക്കറ്റൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ നമ്മുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടുത്തെ ഇറങ്ങിയിട്ട് ബീച്ചിൽ നമുക്ക് നടന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, പക്ഷെ നമ്മൾ സീയിലേക്ക് ഇറങ്ങരുത്, അത് ഫൈനാണ്, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഫൈനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തീരെ ഇറങ്ങാൻ പാടില്ല. നല്ല വെൽ മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടൊരു പ്ലേസായിരുന്നു. നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് വാഷ്റൂംസ് ആയാലും നല്ല നീറ്റായിരുന്നു. പിന്നെ ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബീച്ച് എന്ന് പറഞ്ഞാൽ മൂവിയാണോ സീരീസാണോ എന്തോ ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്, അത് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ വൈറ്റ് സാൻഡാണ്, അപ്പോൾ വെള്ളത്തിൻ്റെ ഒക്കെ കളർ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ടിട്ട്. അപ്പോൾ അവരൊരു 40 മിനിറ്റ്സോളം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് ഒരു മീറ്റിംഗ് പോയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് അത്യാവശ്യം സമയമുണ്ട് കേട്ടോ, നമുക്ക് അവിടെ നടന്ന് അത്യാവശ്യം റിലാക്സ് ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് പോകാനുള്ള അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ അതൊന്നും തികയില്ല എന്ന് വിചാരിച്ചു, പക്ഷേ ടൈം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചത് ഞങ്ങൾ എത്തിയപ്പോൾ കണ്ടെങ്കിൽ എത്ര പേരാണ് ഇവിടേക്ക് വരുന്നതെന്നുള്ളത്. എന്നാലും അവിടെ ഒരു മെസ്സിയും അല്ലായിരുന്നു, നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും ബോട്ട് എടുത്തിട്ട് പിന്നെ അപ്പോഴേക്കും ഒരു 2 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ലഞ്ചിൻ്റെ സമയമായി. ലഞ്ച് അവരൊരു ബൊഫെ പോലെ ഒരു വലിയ ഹാളിലായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ലഞ്ചായിരുന്നു. സൂപ്പ്, റൈസ്, നൂഡിൽസ്, ചിക്കൻ, സാലഡ്, അങ്ങനെ പിന്നെ ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ വാട്ടർമെലൺ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ഫുഡായിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വേറൊരു ഐലൻഡിൽ പോയിട്ടാണ് നമുക്ക് ഇങ്ങനെ സീയിൽ ഇങ്ങനെ ഇറങ്ങാൻ പറ്റാമെന്ന് പറഞ്ഞത് അവർ. അപ്പോൾ ഈ സ്നോർക്കലിങ്ങിൻ്റെ കിറ്റൊക്കെ അവർ നമുക്ക് തരും കേട്ടോ, ആവശ്യമുള്ളവർക്ക് നമുക്ക് വാങ്ങിക്കാം, അവിടെ നിന്ന് കിട്ടും. അത് തിരിച്ചു കൊടുക്കണം, അത് നമ്മൾ പൊട്ടിക്കാണ്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമല്ല, പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ ബീച്ചിലെത്തിയത്. അപ്പോൾ നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു, കാലത്ത് നമ്മൾ യാത്ര ചെയ്ത് എത്തിയിട്ടുള്ളല്ലോ പുലർച്ചെ. പക്ഷേ ഈ വെള്ളത്തിലിറങ്ങി സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഫ്രഷായി. പണ്ട് ഈ സ്നോർക്കലിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഫിഷസിനൊക്കെ കാണാം കേട്ടോ, അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു വേറൊരു സ്ഥലത്ത് ഇറങ്ങിയപ്പോഴും അവിടെ നല്ല ഫിഷസ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ തിരിച്ചൊരു ഹോട്ടലിൽ 6:30 എത്തി. പിന്നെ അവിടെ ഒരു ഫേമസ് സ്ട്രീറ്റ് ഉണ്ട്, വാക്കിംഗ് സ്ട്രീറ്റ്, അവിടേക്ക് ഇങ്ങനെ വെഹിക്കിൾസൊന്നും എത്തില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു 2 മിനിറ്റ്സ് വാക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആ ഹോട്ടൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ സ്ട്രീറ്റിലും നല്ല ഹാപ്പനിങ് സ്ട്രീറ്റായിരുന്നു. പിന്നെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഡാൻസ്, മ്യൂസിക് കാര്യങ്ങളൊക്കെ നല്ല ഇതായിരുന്നു. നമുക്ക് അതിൻ്റെ ഹോട്ടലിൽ കിടക്കുന്ന സമയത്ത് ഒരു ഒച്ചയും വരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സൗകര്യമായിരുന്നു. ഞങ്ങളുടെ സ്ട്രീറ്റിൻ്റെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു പാരലായിട്ടുള്ള ഒരു സ്ട്രീറ്റായിരുന്നു അത്. അതുകൊണ്ട് പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ഞങ്ങളവിടെ റിലാക്സ് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് നടന്നു. അപ്പോൾ ഇത് ഹാപ്പിനെസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും പല ഇതായിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ പോകാൻ ഒരു കുഴപ്പമില്ല, ഒരാളും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും വരില്ല കേട്ടോ. അത് കൂടെയൊക്കെ നടന്ന് നമ്മളിപ്പോൾ മക്കളുടെ കൂടെയാണ് പോയത്, അത് കൂടെയൊക്കെ നടന്ന് ഞങ്ങളിങ്ങനെ കണ്ടിട്ട് തിരിച്ചു പോന്നു. വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഫുഡ് സ്ട്രീറ്റ് ഉള്ളത്. അവിടെ നമുക്ക് ഫിഷൊക്കെ അവരിങ്ങനെ ഫ്രഷായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ ഗ്രില്ല് ചെയ്ത് തരും. അങ്ങനെ പല ടൈപ്പ് ഓഫ് മീറ്റ്, അതുപോലെ തന്നെ കോണ്, വെജിറ്റേറിയൻസിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കരിക്ക്, മാംഗോ റൈസ്, മാംഗോ സ്റ്റിക്കി റൈസൊക്കെ ഫേമസ് ആണല്ലോ. അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് ഫുഡ്സ് നമുക്ക് അവിടെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ ഞങ്ങളിങ്ങനെ മെഡിസിൻസൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഫുഡിൻ്റെ പ്രശ്നം വരാണെങ്കിൽ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ പോയിട്ട് ദൈവം സഹായിച്ചൊരു കുഴപ്പമൊന്നും ഉണ്ടായില്ല.
ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇഷ്ടം പോലെ ആൾക്കാർ വന്നു പോകുന്ന കാരണം ഫ്രഷ്നെസ് ഉണ്ടാവും അവിടുത്തെ ഫുഡിനും. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. നമുക്ക് വലിയ പ്രശ്നമൊന്നും വന്നില്ല. ഇങ്ങനെ അല്ല, നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്രഷായിട്ട് ഫ്രൈ ചെയ്ത് തരും. ഇതൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ലാംഗ്വേജിന് പ്രശ്നമില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അവർക്ക് പിക്ചറായിട്ടുണ്ട്, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീട്ടിൽ കാണുന്നവരെ ബൈ.